കൂടെ തന്നെ മീഡിയ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളൊരു കോഴിക്കോടുകാരിയായിട്ടുള്ളൊരു മുസ്ലിം പെൺകുട്ടി ഈ ഒരു സ്പേസിലേക്ക് എത്തുക എന്ന് പറയുന്നതും കൂടെ വാർത്തയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു കമൻറ്റും കൂടെ പറയും, ഈ റോഡ് പറഞ്ഞതുപോലെ. അതുപോലെ ഒരു കോമഡി ആയിട്ടുള്ള കാര്യമായിരുന്നു പേരാമ്പ്ര മലയോര പ്രദേശം. ഇനിയിപ്പോൾ എന്താ അല്ലേ, നമ്മൾ എവിടെ ജനിച്ചു, എന്ത് ജനിച്ചു, അതൊക്കെ ലൈക്ക് നമ്മളെ മൈൻഡിൽ കൊടുക്കുന്ന ലിമിറ്റേഷൻസ് ആണ്. ഇപ്പം എല്ലാവരും F1 എന്ന് പറയുമ്പോൾ ഇമ്പോസിബിൾ ആണ്, അത്ര എമൗണ്ട് ഉണ്ട്, അത്ര ഇതുണ്ട്. ഡ്രൈവേഴ്സൊക്കെ ഓൾറെഡി യൂറോ ബ്രിട്ടീഷ് ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരാണ്, അവർക്കാണ് പറ്റുള്ളൂ എന്ന് നമ്മൾ മൈൻഡിൽ കൊടുക്കുന്നതാണ്. അപ്പം ഞാൻ ലൈക്ക് അങ്ങനെ നോക്കാറില്ല. അപ്പം നമ്മൾ സ്വന്തം ഉള്ളുന്നൊരു കാര്യം ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പ്ലേസോ ജെൻഡറോ അല്ലെങ്കിൽ അവരെ കാസ്റ്റോ കാര്യങ്ങളോ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു സാധാരണക്കാരിയായ കുട്ടി അവിടെ എത്തി എന്ന് പറയുമ്പോൾ ഈ വഴി ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറേ പേർക്ക് ഗുണപ്പെടും. അതൊന്ന് പറയോ? ഇപ്പം FIA ആണ് ഈ മോട്ടോർ സ്പോർട്ടിൻ്റെ മെയിനായിട്ടുള്ള ഫെഡറേഷൻ. അപ്പം അതിൻ്റെ അണ്ടറിൽ ഓരോ കൺട്രിയിലും ഫെഡറേഷൻസ് ഉണ്ടാവും. ഇപ്പം ഇന്ത്യൻ്റെ ആണെങ്കിൽ FMCIൻ്റെ അണ്ടറിൽ 2 വീലർ 4 വീലർ മോട്ടോർ സ്പോർട്ട് ലൈസൻസ് ഡിഫറെൻ്റ് ആയിട്ടുണ്ടാകും. അപ്പം ഇതിൻ്റെ അണ്ടറിൽ ഇപ്പോൾ ഫോർമുല 4 എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ട്രെയിൻ ചെയ്യാൻ കഴിയില്ല. അപ്പം അതിൻ്റെ ലോവർ കാറ്റഗറി ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം ചെറിയൊരു ജൂനിയർ കാറ്റഗറി ആണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഓൾറെഡി കാർട്ടിംഗ് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ കാർട്ടിങ്ങിൽ പ്രാക്ടീസ് തുടങ്ങാം, ഒരു ടീമായിട്ട് ജോയിൻ ചെയ്ത് അവിടുന്ന് ട്രെയിനിങ് കാര്യങ്ങളെടുത്ത് പിന്നെ നമുക്ക് ലൈസൻസ് കിട്ടും. നമ്മൾ അഡ്വാൻസ്ഡ് ട്രെയിനിങ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്യാം. എന്നിട്ട് പിന്നെ സീനിയർ കാറ്റഗറിയിലേക്ക് ജമ്പ് ചെയ്യാം. ഇപ്പം ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പം എല്ലാവരും പറയും ചെറുപ്പത്തിലേ സ്റ്റാർട്ട് ചെയ്യണ്ടേ. അങ്ങനെയില്ല, മൈൻഡ് പവറാണ്. അപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഓൺ ബോർഡ് കണ്ടിട്ട് ആ ബ്രേക്കിങ്ങും ഷിഫ്റ്റിങ്ങും സൗണ്ട് കേട്ടിട്ടായിരുന്നു ഞാൻ കോർണേഴ്സും ആ ഡ്രൈവേഴ്സ് പോകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു റിഫ്ലെക്സ് നോക്കിയിട്ട്. അപ്പം എക്സ്ക്യൂസാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ. അപ്പം അങ്ങനെ കംപ്ലീറ്റ്ലി ഷാർപ്പ്. പിന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഡിസിപ്ലിൻസ് ഉണ്ട്. അപ്പം അത് എന്താണോ നമുക്ക് വേണ്ടത് എന്നുള്ളത് അത് വെച്ച് ചൂസ് ചെയ്യാം. എന്നിട്ട് 4 വീലർ 2 വീലർ ലൈസൻസ് ഇന്ത്യയിൽ നിന്നാണെങ്കിൽ FMCൻ്റെ അണ്ടറിൽ എടുക്കാം. എന്നിട്ട് പിന്നെ ഇവിടെ കാറ്റഗറീസും റേസും കുറവാണ്. ബെറ്റർ ഗോയിങ് ഔട്ട് സൈഡ്, ലൈക്ക് എക്സ്ട്രീം ആയിട്ടുള്ളൊരു ഡ്രീം ആണെങ്കിൽ പുറത്തേക്ക് തന്നെ പോകണം. ഈ ഇടയ്ക്ക് പറയുന്ന സമയത്ത് ഈ കോർണർ ഗ്രാവിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, ടെമ്പറേച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ല, ഇതൊക്കെ ഫിസിക്കിനെ ബാധിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇതിൻ്റെ അത്തരത്തിലുള്ള ട്രെയിനിങ്? ഇപ്പം നോർമലായിട്ട് ഇപ്പോൾ F1 ഡ്രൈവർ ഫോർമുല ഡ്രൈവറിനെ കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഫൈറ്റർ ജെറ്റ് പൈലറ്റിൻ്റെ ഫിറ്റ്നസ് ആണ്. അത്രയും സെയിം ലെവൽ ഓഫ് ഇതായിരിക്കും. നമ്മളിപ്പം എൻഡുറൻസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യും, ലൈക്ക് കാർഡിയോ, നല്ല എക്സ്ട്രീം കാർഡിയോ സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. പിന്നെ റിഫ്ലെക്സ് ആക്ഷൻ, അത്രയും മില്ലി സെക്കൻഡ്സിൽ നമ്മളെ റിഫ്ലെക്സ് വർക്ക് ചെയ്യണം. അപ്പം ഞാനിപ്പം ട്രെയിൻ ചെയ്യലെന്ന് വെച്ചാൽ ബോക്സിംഗ് ആണ്. അപ്പം ഞാൻ ബോക്സിങ്ങിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ റിഫ്ലെക്സ് ആക്ഷൻ്റെ കുറച്ച് ട്രെയിനിങ് ഉണ്ട്. ബോക്സിംഗ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടിയാണോ? അത് ഞാൻ ലൈക്ക് ഇലക്ട്രോണിക് ബോക്സിങ്ങും പിന്നെ അതിൽ ലൈക്ക് ലൈറ്റിൻ്റെ ഇതിൽ വെച്ചിട്ട് ആ റിഫ്ലെക്സ് കൂടുതൽ. അങ്ങനെ കാർഡിയോ, ബോക്സിങ്. പിന്നെ നമ്മൾക്ക് കൂടുതലും മസിൽ ഗെയിൻ ചെയ്യാൻ പാടില്ല. കാരണം മസിൽ ഗെയിം ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ നോർമൽ കാർ പോലെ അല്ല സ്റ്റിയറിംഗ് വരും, ഇങ്ങനെ ഈ ഒരു പാർട്ട് മാത്രമാണ് പോകുള്ളൂ. ബാക്കി ഇത് കംപ്ലീറ്റ്ലി ആ ഒരു സ്റ്റഡി ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം നമ്മൾ നല്ല മസിൽസ് ബോഡിയിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്റ്റിഫ് ആവുമല്ലോ. പിന്നെ ആസ് എ ഗേൾ എന്നുള്ള രീതിയിൽ ഇപ്പം എല്ലാവരും പറയും ഗേൾ പോയി കാറ്റഗറൈസ് ചെയ്യരുത് എന്ന് പറയും. പക്ഷെ ഞാനത് ബിലീവ് ചെയ്യുന്ന ടൈപ്പല്ലല്ലോ. ആൾക്കാരെങ്ങനെ എടുക്കണം എന്ന് എനിക്കറിയില്ല. ബട്ട് ബയോളജിക്കലി ദർ ഈസ് ഡിഫറൻസ്. ആ ഒരു ഡിഫറൻസിന് ഇപ്പം എൻ്റെ ഒരു സെയിം ഇതിലുള്ളൊരു ബോയ് ആണെങ്കിൽ അവന് കൊടുക്കുന്ന എഫേർട്ടും അവനക്ക് ഓൾറെഡി ജനറ്റിക്കലുള്ളൊരു എനർജിയും എൻ്റെ അത് ഡിഫറെൻ്റ് ആയിരിക്കും. മസിൽസ് സോഫ്റ്റ് ആണ്. അപ്പം ഒരു ഫീമെയിൽ ഡ്രൈവർ ആകുമ്പോൾ ഡബിളായിട്ട് വർക്ക് ചെയ്യണം. അപ്പം നമ്മളെ ബോഡി സൈക്കിൾ ഡിഫറെൻ്റ് ആണ്, നമ്മളെ കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഒരു ചലഞ്ച് കൊണ്ടാണ് ഐ തിങ്ക് F1 അധികം ഗേൾസ് ഇല്ലാത്ത കുറേ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഇതുള്ളതുകൊണ്ട്. F1 20 ഡ്രൈവേഴ്സും ഇതുവരെ ഫീമെയിൽസ് എന്ന് പറയുന്നത് 3-4 ആൾക്കാരാണ് അവിടെ എത്തിയിട്ടുള്ളൂ. അവരും ഒരു ഫുൾ ചാമ്പ്യൻഷിപ്പിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ കറൻ്റ്ലി F1 F2 F3 ഒരു ഫീമെയിൽ ഡ്രൈവർ ഉണ്ട്, സോഫിയ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് പിന്നെ F4 ഫീമെയിൽ ഡ്രൈവേഴ്സ് ഉള്ളൂ.
അപ്പോൾ ആ ഒരു ചലഞ്ച് ഇങ്ങനെ കുറേ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം പക്ഷേ പിന്നെ ഫീമെയിൽ ഡ്രൈവേഴ്സ് വരുന്നുണ്ട്. പിന്നെ F1 അക്കാഡമി എന്ന് പറഞ്ഞ ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അപ്പം F1 തന്നെ ഡയറക്റ്റ്ലി ഫീമെയിൽസിനെ പുഷ് ചെയ്യുന്നുണ്ട്. ചെറിയ കാര്യമല്ല. പാഷനാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നിങ്ങൾ എവിടെ ജനിച്ചു, എങ്ങനെ ജനിച്ചു, എന്തിന് ജനിച്ചു എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് നേടിയെടുക്കുക. അങ്ങനെയാണ് സാൽമ സംസാരിക്കുന്നത്. വളരെ ലളിതമായി പറയുന്നുണ്ട്, പക്ഷെ പറയുന്നത് ഹൈ ലെവൽ സാധനമാണ്. എനിക്കൊന്നും സങ്കല്പിക്കാൻ പറ്റുന്നില്ല. ഞാൻ നോർമലായിട്ട് ലൈക്ക് എല്ലാവരോടും ഇപ്പോൾ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ചായ ഉണ്ടാക്കുകയാണെങ്കിലും 3 ഇൻഗ്രീഡിയൻസും മതി. മിൽക്ക്, പൗഡർ, ഷുഗർ മതി. പക്ഷേ നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ 3 സിമ്പിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മതി. അതുപോലെയാണ് നമ്മൾ ലൈഫിൽ ചെയ്യുന്ന എല്ലാ കാര്യവും. നമ്മൾ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ചെയ്യുമ്പോൾ അതിന് ലൈക്ക് വേർത്ത് ഉണ്ടാവില്ല. ലൈക്ക് അതിൻ്റെ എൻഡിൽ നമ്മൾ ഹാപ്പി ആയിരിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് സിമ്പിൾ കാര്യം ചെയ്യുമ്പോൾ അത്രയും മനസ്സറിഞ്ഞ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഔട്ട്കം ഉണ്ടാവും.